നമസ്കാരം. ക്ലാസ് ആൻഡ് നോട്ട്സ് PSAയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എടുക്കുന്നത് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. GDPയിൽ ഗ്രോസ് എന്നാൽ ടോട്ടലാണ്, ഡൊമസ്റ്റിക് എന്നാൽ വിത്തിൻ ദ ഇക്കണോമിക് ബൗണ്ടറി ഓർ വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി, ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ. പ്രോഡക്ട്സ് എന്നാൽ എന്താണ്? ഉൽപ്പന്നങ്ങൾ. വില കൊടുത്ത് വാങ്ങിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളും സേവനങ്ങളുമാണ് ഉൽപ്പന്നങ്ങൾ. ഉദാഹരണത്തിന് അതൊരു കോഫി മഗ്ഗാകാം, അല്ലെങ്കിൽ നമ്മൾ ആഹാരം പാകം ചെയ്യാനായി വാങ്ങിക്കുന്ന പച്ചക്കറികളാകാം, ഹൗസിംഗ് ഫ്ലാറ്റ്സ് ആകാം, ഫർണിച്ചറുകളാകാം, മോട്ടോർ സൈക്കിളാകാം. ഇവയെല്ലാം സാധനങ്ങളാണ്. ഇതുകൂടാതെ ഇൻടാഞ്ചിബിൾ പ്രോഡക്ട്സ് ആയ ഇൻഷുറൻസ് സർവീസ്, ബാങ്കിങ് സർവീസ്, ഹോസ്പിറ്റൽ സർവീസ്, ഹൗസ് കീപ്പിംഗ് സർവീസ് ഇവയെല്ലാം സേവനങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഉൽപ്പന്നങ്ങളാണ്. GDP എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളുടെയും ഈ പറഞ്ഞ സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ്. പക്ഷേ GDPയിൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ ചില കണ്ടീഷൻസ് പാലിച്ചിരിക്കണം. ഒന്നാമത്തേതാണ്, ഇന്ത്യയിലെ ഇന്ത്യൻ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ ഉൽപ്പന്നങ്ങളും ഇന്ത്യയുടെ GDPയിൽ ഉൾപ്പെടുത്തണം. എന്താണ്? ഇന്ത്യയിലെ ഇന്ത്യൻ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ ഉൽപ്പന്നങ്ങളും ഇന്ത്യയുടെ GDPയിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിദേശ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെ മൂല്യം ഇന്ത്യയുടെ GDPയിൽ ഉൾപ്പെടുത്തണം. ഇന്ത്യയിൽ നിരവധി വിദേശ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സാംസങ്, സുസുക്കി, നെസ്ലെ, കൊക്കക്കോള മുതലായവ. ഈ വിദേശ കമ്പനികൾ അവരുടെ ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യം ഇന്ത്യയുടെ GDPയിൽ ഉൾപ്പെടുത്തണം. ഇടനില ഉൽപ്പന്നങ്ങൾ GDPയിൽ ഉൾപ്പെടുത്തില്ല. അന്തിമ ഉൽപ്പന്നങ്ങൾ മാത്രമേ GDPയിൽ ഉൾപ്പെടുത്തൂ. ഈ അന്തിമ ഉൽപ്പന്നം, ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ല. എല്ലാ ഫിനിഷ്ഡ് ഗുഡ്സും ഫൈനൽ ഗുഡ്സ് ആകില്ല. നമുക്കൊരു ഉദാഹരണം പറയാം. ഒരു ടയർ മാനുഫാക്ചറിംഗ് കമ്പനി ഒരു വർഷം 100 ടയർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ 100 ടയറിൽ 40 ടയറായിട്ട് തന്നെ മാർക്കറ്റിൽ വിൽക്കുന്നു. 60 ടയർ കാർ മാനുഫാക്ചറിംഗ് കമ്പനിക്ക് കാർ ഉണ്ടാക്കാനായിട്ടാണ് വിൽക്കുന്നത്. ഈ കാർ മാനുഫാക്ചറിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 60 ടയറും എന്താണ്? അവരുടെ ഇടനില ഉൽപ്പന്നമാണ്. അവരുടെ കാറിൻ്റെ വിലയിൽ ഈ ടയറിൻ്റെ വില കൂടി ഇൻക്ലൂഡ് ആണല്ലോ. സോ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാനായിട്ട് ഇടനില ഉൽപ്പന്നങ്ങളുടെ വാല്യൂ GDPയിൽ ഉൾപ്പെടുത്തില്ല. ഇവിടെ ടയർ മാനുഫാക്ചറിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 100 ടയറും എന്താണ്? അവരുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. പക്ഷേ ടയർ ഫൈനൽ ഗുഡായത് എത്ര മാത്രമാണ്? 40 ടയർ മാത്രമാണ്. ഓക്കെ. മൂലധന ഉൽപ്പന്നങ്ങൾ, ക്യാപിറ്റൽ ഗുഡ്സ് GDPയിൽ ഉൾപ്പെടുത്തുമോ? ഉൾപ്പെടുത്തും. മൂലധന ഉൽപ്പന്നങ്ങൾ, ക്യാപിറ്റൽ ഗുഡ്സ് ആയ ട്രാക്ടേഴ്സ്, ടൂൾസ്, മെഷീനറീസ് മുതലായവയൊക്കെ GDPയിൽ ഉൾപ്പെടുത്തും. ഈ ഫൈനൽ ഗുഡ്, അന്തിമ ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ഉൽപ്പന്നം അതേ രീതിയിൽ തന്നെ ഫൈനലി കൺസ്യൂം ചെയ്യണം. ഈ ക്യാപിറ്റൽ ഗുഡ്സ്, മൂലധന ഉൽപ്പന്നങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ട്രാക്ടേഴ്സ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നു, മെഷീനറീസ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നു, ടൂൾസ് ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ക്യാപിറ്റൽ ഗുഡ്സും ഫൈനൽ ഗുഡ്സിൻ്റെ കാറ്റഗറിയിൽ പെടും. അതുകൊണ്ട് ക്യാപിറ്റൽ ഗുഡ്സ് GDPയിൽ ഉൾപ്പെടുത്തും. അടുത്തത്, പണമൂല്യത്തിന് പകരം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ GDPയിൽ ഉൾപ്പെടുത്തൂ. ഒരു ഉദാഹരണം നോക്കാം. ABC ബിസ്ക്കറ്റ് കമ്പനി ഒരു വർഷം 100 പാക്കറ്റ് ബിസ്ക്കറ്റ് പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട്. ഇതിൽ 70 പാക്കറ്റ് ബിസ്ക്കറ്റ് 5 രൂപ നിരക്കിൽ മാർക്കറ്റിൽ വിൽക്കുന്നു. 30 പാക്കറ്റ് ബിസ്ക്കറ്റ് കമ്പനിയുടെ ഓണർ സ്വന്തം ആവശ്യത്തിനായിട്ടാണ് എടുത്തത്. ഇവിടെ സ്വന്തം ആവശ്യത്തിനെടുത്ത 30 പാക്കറ്റ് ബിസ്ക്കറ്റ് ഏതെങ്കിലും ഒരു മോണിറ്ററി വാല്യൂവിന് പകരമായി കൈമാറ്റം ചെയ്യപ്പെട്ട ഉൽപ്പന്നമല്ല. സോ സ്വന്തം ആവശ്യത്തിനെടുത്ത 30 പാക്കറ്റ് ബിസ്ക്കറ്റിൻ്റെ വാല്യൂ GDPയിൽ ഉൾപ്പെടുത്തില്ല. എന്തുമാത്രമേ ഉൾപ്പെടുത്തൂ? മാർക്കറ്റിൽ വിറ്റ 5 രൂപ നിരക്കിൽ മാർക്കറ്റിൽ വിറ്റ 70 പാക്കറ്റ് ബിസ്ക്കറ്റിൻ്റെ മൂല്യം മാത്രമേ GDPയിൽ ഉൾപ്പെടുത്തൂ. അടുത്തത്, നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യം ആ വർഷത്തെ GDPയിൽ തന്നെ ഉൾപ്പെടുത്തണം. ഇതിനെ ബേസ് ചെയ്ത് 2 സിറ്റുവേഷൻ പറയാം. 2018 ഞാനൊരു സ്കൂട്ടർ വാങ്ങി. സോ 2018 GDPയിൽ ആ സ്കൂട്ടറിൻ്റെ വാല്യൂ ഉൾപ്പെട്ടിട്ടുണ്ട്.
ഇനി 2025 ഞാൻ ഈ സ്കൂട്ടർ മറിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. സോ 2025 GDPയിൽ ഈ സ്കൂട്ടറിൻ്റെ വാല്യൂ ഉൾപ്പെടില്ല. ബിക്കോസ് റീസെയിൽ ചെയ്യുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ വാല്യൂ GDPയിൽ ഉൾപ്പെടുത്തില്ല. ഒരു ഉൽപ്പന്നത്തിൻ്റെ പണമൂല്യം ഒരു പ്രാവശ്യം മാത്രമേ GDPയിൽ ഉൾപ്പെടുത്തൂ. അടുത്ത ഒരു സിറ്റുവേഷൻ, 2018 ഒരു കാർ മാനുഫാക്ചറിംഗ് കമ്പനി 10 കാറ് പ്രൊഡക്ഷൻ എടുത്തു. 7 കാറ് ആ വർഷം തന്നെ 2018 തന്നെ വിറ്റുപോയി. 3 കാറ് 2019 വിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചു ഒരു ഉൽപ്പന്നം പ്രൊഡക്ഷൻ എടുക്കുന്ന വർഷത്തെ GDPയിൽ തന്നെ ഉൾപ്പെടുത്തണമെന്ന്, അല്ലേ? ഈ ഒരു സിറ്റുവേഷനിൽ 3 കാറിൻ്റെ മോണിറ്ററി വാല്യൂ കാർ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഇൻവെൻട്രിയിലേക്ക് ആഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെൻട്രി എന്ന കാറ്റഗറിയിൽ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കും. ഓക്കെ, GDP പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സെയിലായിട്ടല്ല, GDP പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ഒരു രാജ്യത്ത് GDP കൂടിയാൽ പ്രൊഡക്ഷൻ കൂടി എന്നർത്ഥം. പ്രൊഡക്ഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിൽ കൂടും, എംപ്ലോയ്മെൻറ്റ് കൂടും. സോ GDP ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു എംപ്ലോയ്മെൻറ്റ്. GDPയിൽ ഉൾപ്പെടുത്തുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഇന്ത്യൻ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ ഉൽപ്പന്നങ്ങളും, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിദേശ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ ഉൽപ്പന്നങ്ങളും, ഇടനില ഉൽപ്പന്നങ്ങൾ GDPയിൽ ഉൾപ്പെടുത്തില്ല. മൂലധന ഉൽപ്പന്നങ്ങൾ GDPയിൽ ഉൾപ്പെടുത്തും. പണമൂല്യത്തിന് പകരം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ GDPയിൽ ഉൾപ്പെടുത്തൂ. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ ഉൽപ്പന്നങ്ങളും ആ വർഷത്തെ GDPയിൽ തന്നെ ഉൾപ്പെടുത്തണം. സോ എങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് GDPയിൽ ഉൾപ്പെടുത്തുക എന്ന് നമ്മൾ നോക്കി. ഇനി GDP എന്നത് അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് പ്ലസ് അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് സർവീസസ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ വിത്തിൻ എ ഡൊമസ്റ്റിക് ടെറിട്ടറി. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് GDP.